ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ഓറിയോ ഐസ്ക്രീമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 കപ്പ് പാലാണ് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഇത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാൽ മതി. ഇനി അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറ്റിച്ച് അതൊന്ന് പകുതിയാക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഏതാണ്ട് പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാനിവിടെ ഒരു 6 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാത്രം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രീസറിലാണ് വെച്ചിരുന്നത്. ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്നതിനായിട്ട് തുടച്ചു കൊടുക്കാം. പിന്നെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ്, അതൊഴിച്ചു കൊടുക്കാം. ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് തിക്കാവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി തിക്കായി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. പാല് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ഓറിയോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ബിസ്ക്കറ്റ് വേണമെങ്കിൽ അത് കൂടുതൽ പൊടിച്ചിടാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനിയൊന്ന് സെറ്റ് ആവുന്നതിനായിട്ട് ഫ്രീസറിൽ മിനിമം 8 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കേണ്ടതാണ്. എന്നാലാണ് നന്നായി സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇത് അടച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ഐസ്ക്രീം നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്